എനർജി കൊടുത്തു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരും, ചിലപ്പോൾ അട്ടഹസിക്കുകയൊക്കെ ചെയ്യുമോ. ആ ബാധ അവർക്ക് കൂടി അത് ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അത് ഇളകി വന്നാൽ ഞാൻ എൻ്റെ ഈ ഒരു കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, എനിക്ക് തടയാൻ ആളുകളില്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് താങ്കൾക്ക് അത് കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഏത് രൂപത്തിലാണ് താങ്കൾ അതിനെ കാണുന്നത്? ചിലർ അത് കഴുത്തൊക്കെ അങ്ങോട്ട് തലയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുകയും പിരിയുകയും അവരുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ ദിവസം കൂടുതലും വീഡിയോ കോളിലൂടെയാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മളിലേക്ക് വരും, നമ്മളിതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. നമ്മളെ പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മളെ അത് ഇത് അറിയാം. ബാധകളിൽ പല ആളുകൾ ചാത്തൻ സേവയൊക്കെ ചെയ്തിട്ട് ചാത്തൻ്റെയൊക്കെ രൂപത്തിൽ വരാറുണ്ട്. കുളങ്ങളിൽ പോയി പുഴകളിലൊക്കെ പോയി കൂടുതലും സ്ത്രീകൾ കാണാണ്ടാവുക. ഈ ആത്മസാധനയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരനെ ആവശ്യമുണ്ട്, വധുവിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫോട്ടോ, അതിൻ്റെ ബയോഡാറ്റ, നിങ്ങളുടെ ഫോട്ടോ അടക്കം ബയോഡാറ്റയും കോൺടാക്ട് നമ്പറും അയച്ച് നിങ്ങൾക്ക് ഫ്രീ സർവീസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം. സർ, നമ്മൾ ഈ റേക്കി ഹീലിങ്ങിലൂടെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിങ്ങനെ ആൾക്കാരെ ഹീൽ ചെയ്യാം അല്ലെങ്കിൽ ഒരാളുടെ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചക്രാസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാം. ഒപ്പം തന്നെ അവരുടെ കൂടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്യാൻ നമുക്ക് ഈ എന്താ പറയാ സ്കാനിങ് കൊണ്ട് സാധിക്കും. അതെന്താണോ ഞാൻ എന്താണോ ഇപ്പം നിങ്ങളുടെ പ്രശ്നത്തെ കണ്ടെത്താനാണോ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, ഒരാൾ പറയണ എൻ്റെ ചക്രാസ് ഒന്ന് ബാലൻസിങ് ആണോ എന്ന് അറിയാനാണ് എങ്കിൽ നിങ്ങളുടെ ചോദ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഞാനത് കണ്ടെത്തുന്നത്. അതല്ല എൻ്റെ ഓൾ ബോഡി ഒന്ന് സ്കാൻ ചെയ്യണം, എൻ്റെ ശാരീരിക മാനസിക വൈകാരിക സാമ്പത്തിക തലത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്കാനിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ വേറൊരു തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാധയാണ്, ഏതെങ്കിലും തരത്തിൽ ദോഷമാണ്, ആഭിചാരദോഷമാണ്, ശത്രുദോഷമാണ്, എന്തൊക്കെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് എൻ്റെ മൈൻഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് എപ്പോൾ മുതൽ ബാധിച്ചു, എത്ര വർഷമായിട്ടെന്ന് വരെ നമുക്കത് ഈ സ്കാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ ഈ ബാധദോഷം അതല്ലെങ്കിൽ ഇപ്പൊ ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ സോൾ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്യുന്നത്? നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നത് പോലെ സോള് എന്താ പറയാ, നമ്മൾ പറയുന്നതൊക്കെ ഈ സോൾ കേൾക്കുമോ? അത് ഈ സോൾ എന്ന് പറയുന്നത് ഇപ്പൊ ആത്മാവ് പല ആളുകളും പറയാറുണ്ട്, ആത്മാവ് ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് ചോദിച്ചാൽ മതി. അതായത് ഇപ്പം ഇതിനെ നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടെത്തിയിട്ട് ഇത് എവിടെ നിന്നാണ് വന്നത്, എന്താണ് പ്രശ്നം, പലതരത്തിലുള്ളതുണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് വന്നത് എവിടെ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ്, എങ്ങനെയാണ് നമ്മൾക്കത് എത്തിച്ചേർന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷം അതിന് ചില ഹീലിംഗ് ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ഹീലിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഊർജ്ജ രൂപത്തെ നമ്മൾ ചില മൂലികകൾ കൊടുത്തിട്ട് ഒരു ക്ലെൻസിങ് മെത്തേഡിലൂടെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഹീലിങ്ങിലേക്ക് കൊണ്ടുപോകും. ഒരു പക്ഷേ ചിലപ്പോൾ ആ ഹീലിങ്ങിൽ തന്നെ എനർജി ചില സമയത്ത് ഞാൻ എനർജിയൊക്കെ കൊടുക്കുന്ന ചില സമയത്ത് ചില പെൺകുട്ടികളൊക്കെ വന്ന് ആണുങ്ങളാണെങ്കിലും അതെ പുരുഷന്മാരും ആണെങ്കിലും അവർക്കത് അറിയാൻ പറ്റും. അത് ഇങ്ങനെ ആ എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി എങ്ങനെ പോകും അവരുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാനായിട്ട് സാധിക്കും. എനിക്ക് കാണാനും സാധിക്കും ആ ഊർജ്ജ രൂപത്തെ, അവർക്കും അത് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവരത് ചെയ്യുന്ന സമയത്ത് ഞാനത് എടുത്തു കളയാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ വൈബ്രേഷൻ ചെയ്യും, ചിലപ്പോൾ ആടുകയൊക്കെ ചെയ്യും. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ഇല്ല, അവിടെ തുള്ളലാണെങ്കിൽ ഇത് നമ്മളുടെ എടുത്ത് ആടലായിരിക്കും. ആ എനർജി കൊടുത്തു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരും, ചിലപ്പോൾ അട്ടഹസിക്കുകയൊക്കെ ചെയ്യുമോ. പക്ഷെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ബാധ ഒഴിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തന്ത്രിമാരൊക്കെ ഒഴിപ്പിക്കുന്ന ചില ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ആ ബാധ അവർക്ക് കൂടി അത് ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിളക്കെടുത്തെറിയുക അല്ലേ, അവർ ചിലപ്പോൾ ചൂരപ്രയോഗങ്ങളൊക്കെ നടത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഒരാളെ ഹീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ബാധ ബാധിച്ച ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ അത് ഇളകി വന്നാൽ ഞാൻ എൻ്റെ ഈ ഒരു കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, എനിക്ക് തടയാൻ ആളുകളില്ല. ഞാൻ ഭക്ഷണം കൊടുത്തും ചിലവും കൊടുത്തിട്ട് ആരെയും നിർത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ഈ എനർജിയിലൂടെ തന്നെയാണ് അവിടെ ഹീലിംഗ് ആയുള്ളത്. അത് ഇളകി വരുന്നതിന് എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഒരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് നമുക്ക് നേരിട്ട് ചെയ്യാം. ഡിസ്റ്റന്റ് ഹീലിംഗ് ആണ്. ഡിസ്റ്റന്റ് ഹീലിംഗ് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഒരു കാരണവശാലും എന്നെ ആക്രമിക്കാൻ കഴിയില്ലല്ലോ.
ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയാണ്. പക്ഷെ എന്നാലും ഡയറക്റ്റ് ആണെങ്കിലും അവിടെ ഒന്നും സംഭവിക്കില്ല, ആ എനർജി ഇളകി വരും. ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മാക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് താങ്കൾക്ക് അത് കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏത് രൂപത്തിലാണ് താങ്കൾ അതിനെ കാണുന്നത്? പല ആളുകളും കഥകളൊക്കെ കേട്ടും അല്ലെങ്കിൽ ഈ ചെറുപ്പത്തിലേക്ക് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ഇതുണ്ട്, ഈ ദംഷ്ടങ്ങളൊക്കെ ആയിട്ട് വെള്ള സാരി ഉടുത്ത് മുടി, അങ്ങനെയൊന്നുമല്ല. അത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ബാധിച്ച ഒരാളില് ആ ഒരു ചിന്തകളുണ്ടെങ്കിൽ അവർ കാണുന്നത് ആ രൂപത്തിലായിരിക്കുന്നു മാത്രം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ ഹീലിംഗ് ചെയ്യുമ്പോൾ ആ എനർജീസിനെ കാണാൻ പറ്റും. ശരിക്കും അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഒരു ഓറയാണോ, ഒരു മേഘപടലം പോലെയാണോ, ഒരു നിഴല് പോലെയാണോ? അതിന് ഇതൊന്നും നമ്മൾക്ക് വസ്ത്രമുണ്ടോ അല്ലെങ്കിൽ അവരുടെ കളർ എന്താണോ, ചിലപ്പോൾ ഇരുണ്ടതായിരിക്കാം, ചിലപ്പോൾ വൈറ്റ് കളറാവാം. ഒരു മറയാണോ, അതായത് വെള്ളത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഒരു പാട പോലെയാണ്. അപ്പോൾ അത് നമുക്ക് നിങ്ങളുടെ ശരീരത്തിൽ പോകും. ഈ അടുത്ത സമയത്ത് തന്നെ ഒരുപാട് സംഗതികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനർജി കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ആ സാധനം വരും. അവരുടെ ബാധിച്ചിരിക്കുന്ന ബാധ, ആ നെഗറ്റീവായിട്ടുള്ള എനർജി അവരുടെ ശരീരത്തിൽ വരുമ്പോൾ അവർ പലതരത്തിലുള്ള ഭയങ്കര ഭയപ്പാടോട് കൂടിയിട്ട് അവർ ഈശ്വരനെ വിളിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, പേടിച്ച് ഭയക്കുന്നവരുണ്ട്. ചിലർ അത് ഈ കഴുത്തൊക്കെ അങ്ങോട്ട് തലയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുകയും പിരിയുകയും അവരുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലും വീഡിയോ കോളിലൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു മോഡൽ, ഒരു മറ പോലെ, ഒരു മായ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. ഇത് നമ്മളിലേക്ക് വരും, നമ്മളതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. നമ്മളെ പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മളെ അത് ഇത് അറിയാം. ഇപ്പം നിങ്ങളുടെ ഒരു പെയിൻ ആണെങ്കിൽ പോലും, നിങ്ങളുടെ ഒരു ഹീലിങ്ങിൽ ഒരു മുട്ടുവേദനയ്ക്കാണെങ്കിൽ ആദ്യകാലങ്ങളിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. ആ പെയിൻ നമ്മളത് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പെയിൻ നിങ്ങൾക്ക് കുറയുന്നതോടൊപ്പം തന്നെ നമ്മളിലേക്ക് ആ പെയിൻ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് നമ്മളത് കാണിച്ചു തരും. ഇപ്പം അങ്ങനെ ഇല്ല. കാരണം നമ്മൾ ഒരു ഇതായി, ഇപ്പം നമ്മുടെ ബാലൻസ്ഡായി. ഇപ്പം അത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അത് സെക്കൻഡ് ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതങ്ങനെയില്ല. ഇപ്പം എനർജി പോകുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം ആ ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം അത്തരത്തിലൂടെ നമുക്ക് ഈ ബാധയെ ഒഴിപ്പിച്ച് ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ അതിനെ എടുത്തു കളയും. എല്ലാ ബാധയും നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയും, എന്നെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാൻ പറയും വേറെ ആരെങ്കിലും പോയി കാണും. കാരണം ഇപ്പോൾ ബാധകളിൽ പല ആളുകൾ ചാത്തൻ സേവയൊക്കെ ചെയ്തിട്ട് ചാത്തൻ്റെയൊക്കെ രൂപത്തിൽ വരാറുണ്ട്. ചാത്തനെ അല്ലെങ്കിൽ ചിലപ്പോൾ ജിന്നുകൾ വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തെല്ലാം പ്രേതബാധ കയറി കൂടിയതാവാം. കുളങ്ങളിൽ പോയി പുഴകളിലൊക്കെ പോയി കൂടുതലും സ്ത്രീകൾ കാണാണ്ടാവുക, അല്ലെങ്കിൽ വേറൊരു ഭയപ്പെടൽ ഉണ്ടായിട്ടാവാം. ഒരു ആക്സിഡൻറ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റുകൾ കൂടുതലും പറ്റിയ സ്ഥലങ്ങളിലൂടെ, ഇപ്പോൾ ബസ് ആക്സിഡൻറ്റ് ഒക്കെ, കാർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട് റോഡ് സൈഡിൽ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അല്ല, ചില ആളുകൾ വണ്ടി ഓടിച്ച്, ബൈക്ക് ഓടിച്ച് പോവാണ്, കാർ ഓടിച്ച് പോകാൻ, ആ ഭാഗത്തൂടെ ചെല്ലുമ്പോൾ ആ വാഹനം ഒന്ന് വെട്ടും. ചിലപ്പോൾ അപകടം തന്നെ സംഭവിക്കും. അതവിടെ ഈ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വരുന്നത് കൊണ്ടാണ്. അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപകടങ്ങൾ ഒരുപാട് പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച്. ഞങ്ങളുടെ അവിടെ ഉണ്ട് കുതിരാൻ, ആ ഭാഗത്ത് ഇതേപോലെ ഇപ്പോഴുള്ള തുരങ്കത്തിൻ ഭാഗത്തുകൂടെ അല്ല, അതിന് തൊട്ട് മുമ്പുള്ള റോഡിലൂടെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് ആളുകൾക്ക് പലരും അതേപോലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പറയാറുണ്ടല്ലോ, ഈ ചില ആത്മഹത്യകൾ നടന്ന സ്ഥലത്ത് വീണ്ടും വീണ്ടും ആത്മഹത്യകൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറയാറുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണെന്ന്, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചം വൈബ്രേഷനാണ്, ശരിക്കും വൈബ്രേഷനാണ്. അതായത് മിക്കവരും പറയാറുണ്ട് മനസ്സിന്റെ തോന്നലുകളാണ് കൂടുതലും എന്ന് പലരും പറയാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ടല്ലോ, അവർ വരെ പറയുന്നത് ഇതൊക്കെ മൈൻഡിന്റെ ഒരു തോന്നലാണെന്ന് പറയാറുണ്ട്. അതിൻ്റെതായ സൈക്കിക് ടേംസ് ഇന്നത്തെ കാലത്തുണ്ടല്ലോ. ഇപ്പൊ ഒരേ സമയം രണ്ടുപേരെ പോലെ ബിഹേവ് ചെയ്യുന്നു. നമ്മൾ പണ്ട് മൺചിത്രത്താഴ് സിനിമയിൽ നാഗവലിയിൽ കണ്ടതാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ളത് മുൻപേ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അതിനെ സൈക്കോളജിക്കലി കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ റീസൺ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ
ഇപ്പൊ പല മാസ്റ്റേഴ്സിലും ഞാനിപ്പോൾ ഈ വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് പല നമ്മുടെ റേക്കി മാസ്റ്റേഴ്സ് ഉണ്ട്, പ്രാണിക് ഹീലേഴ്സ് ഉണ്ട്, ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ട്, അതല്ലാതെ തരത്തിലുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ കണ്ടെത്തലുകളും ഇതെല്ലാം ഞാൻ വിലയിരുത്താറുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം അതിനകത്ത് ഒരു എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 10 പേര് എടുത്തുകൊണ്ടെങ്കിൽ 6 പേരും കൂടുതലും പറയുന്നത് ഇതൊരു മനസ്സിൻ്റെ ഒരു ചിന്തയുടെ ഒരു വിഷയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനാണ്. അപ്പോൾ ഞാൻ അതിനെ ഗണ്ണിക്കുന്നതിന് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു 5 വയസ്സായ അല്ലെങ്കിൽ ഒരു 6 വയസ്സായ ഒരു കുട്ടി, അത്യാവശ്യം പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളാണ് അവർക്കത് മനസ്സിലാവും പറഞ്ഞാൽ. അങ്ങനെ ഒരു കുട്ടി എന്തെങ്കിലും അവർ സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഭയന്നൊക്കെ പേടിച്ച് കരയുകയാണ്. അവർ ഒരു ഉണർവും ഉന്മേഷമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികളായിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അവർ പഠിക്കാൻ മടിയാണ്. അപ്പോൾ അമ്മമാർ കൊണ്ടുപോകും. കൂടുതലും പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. അത് ക്ഷേത്ര പൂജാരിമാരെടുത്ത് ചെല്ലുന്നു. ഇനി മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ ഉസ്താദന്മാരുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലച്ഛന്മാരുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ വെഞ്ചരിച്ച് കൊടുക്കുന്നവരോ അല്ലെങ്കിൽ ഒരു നൂല് കെട്ടി കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവരെ കാണിക്കുമ്പോൾ ആ തിരുമേനി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് ഒരു ചരടൊക്കെ ജപിച്ച് ഇത് കെട്ടിക്കോ മാറിക്കോളും എന്ന് പറയണം. തീർച്ചയായിട്ടും ആ കുട്ടിക്കൊരു മാറ്റം ഉണ്ടാവും. കാരണം ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് കെട്ടിയാൽ മാറും എന്നുള്ളൊരു ബോധമാണ്. അപ്പോൾ അത് മൈൻഡിൻ്റെ ഒരു സംഗതിയാണെന്ന് പറയാം. സർ, ഇപ്പോൾ ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ സേവനങ്ങളാണ് അവർ ചെയ്യുന്നത്? ഇത് നമ്മൾ ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻ്റർ നമ്മളൊന്ന് ഹീലിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹീലിംഗ് റേക്കി ഹീലിംഗ് ചെയ്യുന്നു, പ്രാണി ഹീലിംഗ്, അതായത് ശാരീരിക, മാനസിക, വൈകാരിക, സാമ്പത്തിക, ആത്മീയ തലങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഈ ഹീലിംഗ് സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പഠനമുണ്ട്, റേക്കി ഹീലിങ്ങിൻ്റെ പഠനം. അതുപോലെ തന്നെ ചക്ര ആക്ടിവേഷൻ സിസ്റ്റത്തെ പറ്റിയുള്ള സയൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തേർഡ് ഐ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമിങ്, മറ്റുള്ള നമ്മുടെ പറയുന്ന സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ടും ഗൃഹസ്ഥിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഐശ്വര്യം ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റം. അതോടൊപ്പം തന്നെ വിവാഹം നടക്കാത്ത അത് പറയുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻ്ററിൽ ആത്മസാധന എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആളുകളുണ്ട്. എൻ്റെ അടുത്ത് ഹീലിങ്ങിന് വന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആത്മസാധനയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ഒരു വരനെ ആവശ്യമുണ്ട്, വധുവിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫോട്ടോ, അതിൻ്റെ ബയോഡാറ്റ, നിങ്ങളുടെ ഫോട്ടോ അടക്കം ബയോഡാറ്റയും കോൺടാക്ട് നമ്പറും അയച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവുകയാണെങ്കിൽ, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സർവീസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിൽ വരുന്ന ആളുകളെ പരസ്പരം കോൺടാക്റ്റ് ചെയ്തിട്ട്, അത് നിങ്ങളുടെ പേരൻസാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ വിവാഹം നടത്താനുള്ള സാധ്യതകൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏവരും അതിനകത്തേക്ക് കണ്ണികളാവുക. അതുപോലെ ഞാൻ പറഞ്ഞു ഫ്രീ സർവീസാണ്. ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ മക്കളുടെ വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു നന്ദി വാക്ക് പറയുന്നതോടൊപ്പം ഒരു 10 പേരെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതും. ഒരുപാട് ആൺകുട്ടികളും, ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് നിൽക്കുന്നത്, എങ്കിലും പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു കാര്യത്തിന് നമ്മൾ ഈ ആത്മസാധന ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തടസ്സമായിട്ട് നിങ്ങൾക്ക് വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ വീട് പണിയാനൊക്കെ എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ. ഇതൊന്നും വലിയ ചിലവില്ലാത്ത കാര്യങ്ങളാണത്, ഒന്നും ചിലവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്കിത് സാധ്യമാക്കാം എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്.